നെക്സ്റ്റ് വി ഷാൾ ഡിസ്കസ് ഗിഫ്റ്റ് ചെക്ക്. സമ്മാനമായിട്ട് കൊടുക്കുന്ന ചെക്കുകളാണ് ഗിഫ്റ്റ് ചെക്ക്. അപ്പം ഗിഫ്റ്റ് ചെക്ക് ഈസ് എ ചെക്ക് യൂസ്ഡ് ബൈ കസ്റ്റമേഴ്സ് ഹു വിഷ് ടു ഗിവ് പ്രസൻസ് ഓഫ് മണി ഓൺ സ്പെഷ്യൽ ഒക്കേഷൻസ് ലൈക്ക് ബർത്ത്ഡേയ്സ്, വെഡിങ് ആൻഡ് സച്ച് അതർ സിറ്റുവേഷൻസ്. അപ്പം എന്തെങ്കിലും പ്രത്യേക ഒക്കേഷൻസിൽ മറ്റാർക്കെങ്കിലും പൈസ അല്ലെങ്കിൽ പണം പ്രസൻ്റായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ചെക്കുകളാണ് ഗിഫ്റ്റ് ചെക്കുകൾ. അപ്പോൾ ഇത് ബാങ്കുകൾ ഗിഫ്റ്റ് ചെക്കുകൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. നമുക്കെന്താ 100 രൂപ തൊട്ട് അതൊരു ഫാൻസി കളറും പ്രത്യേക ഡിസൈനും ഒക്കെ കൊടുത്താണ് ബാങ്കുകൾ അത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 100 രൂപ തൊട്ട് 10,000 രൂപ വരെയുള്ള ഗിഫ്റ്റ് ചെക്കുകൾ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും പ്രത്യേക ഒക്കേഷൻസിൽ സമ്മാനമായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ചെക്കുകളാണ് അത് ബാങ്കുകൾ ഇഷ്യൂ ചെയ്യും. 100 തൊട്ട് 10,000 രൂപ വരെ ഡിനോമിനേഷൻ വരുന്ന ഗിഫ്റ്റ് ചെക്കുകളുണ്ട്. ദെൻ ഡേറ്റിംഗ് ഓഫ് ചെക്സ്. നമ്മളത് ചെക്കിന് ഡേറ്റ് ഇടുന്നതാണ് ഡേറ്റിംഗ് ഓഫ് ചെക്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഡേറ്റിംഗ് ഓഫ് ചെക്ക് മീൻസ് റൈറ്റിംഗ് ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് എ ചെക്ക് അറ്റ് ദി സ്പേസ് പ്രൊവൈഡഡ് ഫോർ ദി പർപ്പസ് ഓഫ് ദി ചെക്ക്. അപ്പം നമ്മൾ ആ ഡേറ്റ് ഇടുന്നതിന് വേണ്ടി ഓരോ ചെക്കിലും പ്ലേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേസിൽ ഡേറ്റ് ഇടുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ ആ ഡേറ്റിംഗ് ഓഫ് ചെക്ക് എന്ന് പറയുന്നത്. ഒരു ചെക്കിൻ്റെ ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ചെക്ക് നമ്മൾ എന്നാണോ ഡ്രോ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ചെക്കിൽ അപ്പിയർ ചെയ്യുന്ന ഡേറ്റ് തൊട്ട് 3 മാസത്തേക്ക് മാത്രമേ ഈ ചെക്കിന് ആയുസുള്ളൂ. ഇപ്പം 3 മാസം കഴിഞ്ഞാൽ ആ ചെക്ക് എന്തായിട്ടും ഒരു സ്റ്റെയിൽ ചെക്കായിട്ട് മാറും. അപ്പോൾ അതുപോലെ തന്നെ ആ ഡേറ്റൊക്കെ വളരെ ക്ലിയർ ആയിരിക്കണം. ഡേറ്റിന് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ക്ലിയർ അല്ല എങ്കിൽ ആ ചെക്ക് എന്തായിട്ട് പോകും, അത് ഓണർ ചെയ്യണമെന്നില്ല. അതിൻ്റെ പേയ്മെൻറ്റ് ബാങ്കുകൾ ഡിനൈ ചെയ്യും. അപ്പം നമ്മൾ അതുപോലെ തന്നെ ഇഫ് ദി ഡ്രോയർ ഫെയിൽസ് ടു പുട്ട് എ ഡേറ്റ് ഇടാൻ ഡ്രോയർ വിട്ടുപോയി കഴിഞ്ഞാൽ അതും എന്താണ്, അതൊരു പ്രോപ്പർലി ഡ്രോൺ ചെക്ക് അല്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദി ബാങ്കർ വിൽ റെഫ്യൂസ് ടു മേക്ക് ദി പേയ്മെൻറ്റ്. സോ ഡേറ്റിംഗ് ഓഫ് എ ചെക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡേറ്റ് ഇടുക, അതിന് കൃത്യമായിട്ട് കോളം കൊടുത്തിട്ടുണ്ട്. ചെക്കിൻ്റെ പ്രിൻ്റഡ് ഫോമിൽ ഡേറ്റ് ഇടാനുള്ള കോളമുണ്ട്. ആ കോളത്തിൽ കൃത്യമായിട്ട് തന്നെ ഡേറ്റ് മെൻഷൻ ചെയ്യണം. ഡേറ്റ് മെൻഷൻ ചെയ്യുന്നില്ല എങ്കിൽ ബാങ്കുകൾ ആ ചെക്കിൻ്റെ പേയ്മെൻറ്റ് റെഫ്യൂസ് ചെയ്യും. ദെൻ അഗെയിൻ സ്റ്റെയിൽ ചെക്ക്. സ്റ്റെയിൽ ചെക്ക് എന്താ? ഇൻ എ ചെക്ക് വിച്ച് ഈസ് ഇൻ സർക്കുലേഷൻ ഫോർ ആൻ അൺറീസണബിളി ലോങ് പീരീഡ്. ഇപ്പം ദീർഘകാലമായിട്ട് സർക്കുലേഷനുള്ള ഒരു ചെക്കാണ് ലോങ് പീരീഡ്. നമ്മൾ ഇൻ ഇന്ത്യ എ ചെക്ക് ഈസ് കൺസിഡേഴ്സ് ടു ബി സ്റ്റെയിൽ 3 months ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് ഇറ്റ് ഇഷ്യൂ. ഇന്ത്യയിൽ എന്താണ്? ഇൻ ഇന്ത്യ എ ചെക്ക് ഈസ് കൺസിഡേർഡ് ടു ബി സ്റ്റെയിൽ 3 months ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ ചെയ്ത് 3 മാസം കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ചെക്ക് സ്റ്റെയിൽ ചെക്കായിട്ട് കണക്കാക്കും, കാലഹരണപ്പെട്ടു പോയ ചെക്കായിട്ട് കണക്കാക്കും. അങ്ങനെ ഒരു ചെക്ക് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദി ബാങ്ക്സ് വിൽ നോട്ട് മേക്ക് പേയ്മെൻറ്റ്. സ്റ്റെയിൽ ചെക്ക് വന്നു കഴിഞ്ഞാൽ, അപ്പം ഒരു ചെക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 3 മാസത്തിനകം അത് പേയ്മെൻറ്റിന് വേണ്ടി പ്രസൻറ്റ് ചെയ്യണം. നമ്മൾ കിട്ടിയത് കൈവശം വെച്ചുകൊണ്ടിരുന്ന ഒരു 3 മാസം കഴിഞ്ഞ് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടില്ല. കാരണം ഇന്ത്യയിലെ ഒരു ചെക്കിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ 3 മാസമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ചെക്കിൻ്റെ ഫേസിൽ അപ്പിയർ ചെയ്യുന്ന ഡേറ്റ് തൊട്ട് 3 മാസത്തിനകം ആ ചെക്ക് പേയ്മെൻറ്റിന് വേണ്ടി പ്രസൻറ്റ് ചെയ്തിരിക്കണം. ചെക്കിൻ്റെ കേസിൽ എന്താ ഗ്രേസ് പീരീഡ് ഒന്നുമില്ല. ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിൽ ഒരു 3 ദിവസം ഗ്രേസ് പീരീഡ് കിട്ടും. ഇൻ കേസ് ഓഫ് എ ചെക്ക് നോ ഗ്രേസ് പീരീഡ് ഈസ് അലൗഡ്. സോ ഇറ്റ് മസ്റ്റ് ബി പ്രസൻറ്റഡ് വിതിൻ 3 months ഫ്രം ദി ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഡ്രോയിങ്. ഡ്രോ ചെയ്ത് 3 മാസത്തിനുള്ളിൽ പ്രസൻറ്റ് ചെയ്തിരിക്കണം. അതർവൈസ് ഇറ്റ് ബിക്കം എ സ്റ്റെയിൽ ചെക്ക്. ദെൻ ആൻറ്റി ഡേറ്റഡ് ചെക്ക്. എന്താ ആൻറ്റി ഡേറ്റഡ് ചെക്ക്? നേരത്തെ ഉള്ള ഒരു ഡേറ്റ് ഇടുക, ആൻറ്റി ഡേറ്റഡ് ചെക്ക്. എ ചെക്ക് വേഴ്സ് എ ഡേറ്റ് വിച്ച് ഹാസ് ഓൾറെഡി എലാപ്സ് ഈസ് കോൾഡ് ആൻ ആൻറ്റി ഡേറ്റഡ് ചെക്ക്. വിച്ച് ഹാസ് ഓൾറെഡി എലാപ്സ്, കഴിഞ്ഞു പോയ ഒരു ഡേറ്റ് ആണ് ഒരു ചെക്കിന് ഇടുന്നതെങ്കിൽ അതാണ് ആൻറ്റി ഡേറ്റഡ് ചെക്കാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ എ ചെക്ക് ഇഷ്യൂഡ് ഓൺ 15th January 2000. എ ചെക്ക് ഇഷ്യൂഡ് ഓൺ 15th January 2019. ഇഷ്യൂ ചെയ്യുന്നത് 15th January 2019 Then is given a date of 4th January 2019. ജനുവരി 15-ാം തീയതി ഇഷ്യൂ ചെയ്യുന്ന ഒരു ചെക്കിന് ജനുവരി 4-ാം തീയതി അല്ലെങ്കിൽ 15-ാം തീയതി ഇഷ്യൂ ചെയ്യുന്നൊരു ചെക്കിന് എന്താ 14-ാം തീയതി ഡേറ്റ് കൊടുത്താലും അതെന്തായിട്ട് മാറും? ഒരു ആൻറ്റി ഡേറ്റഡ് ചെക്കായിട്ട് മാറും. ദെൻ
Antedated check does not become invalid provided it does not become a stale check. Antedated check അത് ഇൻവാലിഡ് അല്ല, ഒരു സ്റ്റെയിൽ ചെക്ക് ആയാൽ മാത്രമേ പ്രശ്നമുള്ളൂ. നമ്മൾ ആ ഇഷ്യൂ ചെയ്യുന്നതിന് ഒരു 3 മാസം മുമ്പ് ഉള്ളൊരു ഡേറ്റ കൊടുക്കുന്നെങ്കിൽ അത് സ്റ്റെയിൽ ചെക്കായിട്ട് മാറും. 2 മാസമോ 2.5 മാസമോ മുമ്പുള്ളതാണെങ്കിൽ കുഴപ്പമില്ല, 90 ഡേയ്സ് അതിന് മുമ്പുള്ളൊരു ഡേറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അത് സ്റ്റെയിൽ ചെക്കായിട്ട് മാറും. നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ഡേറ്റ് കൊടുത്ത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആൻറ്റി ഡേറ്റഡ് ചെക്കാണ്. ദെൻ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്, അതെന്താണ്, എ ചെക്ക് വിച്ച് ബേഴ്സ് എ ഡേറ്റ് വിച്ച് ഈസ് സ്റ്റിൽ ടു കം ഈസ് കോൾഡ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ഇഷ്യൂ ചെയ്യുന്ന ദിവസം കഴിഞ്ഞൊരു ഡേറ്റ് കൊടുക്കുന്നു. സപ്പോസ് എ ചെക്ക് ഈസ് ഇഷ്യൂഡ് ഓൺ 15th January, ബേഴ്സ് എ ഡേറ്റ് 25th January. ഇപ്പം 15-ാം തീയതി ചെക്ക് ഇഷ്യൂ ചെയ്യുന്നു, ചെക്ക് കൊടുക്കുന്നു, പക്ഷേ അതിൽ എഴുതിയിരിക്കുന്ന ഡേറ്റ് 25-ാം തീയതിയാണ് എങ്കിൽ അതെന്താണ്, അതൊരു പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ്. ആൻഡ് ദിസ് ചെക്ക് ഈസ് പേയബിൾ ഓൺലി ആഫ്റ്റർ 25th. ഈ പറഞ്ഞിരിക്കുന്ന ദിവസം കഴിഞ്ഞ് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുകയുള്ളൂ. അതിന് മുമ്പ് പേയ്മെൻറ്റിന് വേണ്ടി പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കിട്ടില്ല. അപ്പം നമ്മളൊരു മുന്നോട്ടുള്ളൊരു ഡേറ്റ്, ചെക്ക് വിച്ച് ബേഴ്സ് എ ഡേറ്റ് വിച്ച് ഈസ് സ്റ്റിൽ ടു കം ഈസ് കോൾഡ് എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. അപ്പം പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്താ, ഡേറ്റ് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുകയുള്ളൂ. ദെൻ മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്താ, എന്തെങ്കിലും കാര്യമായ തകരാറുള്ള ഒരു ചെക്കാണ്, മ്യൂട്ടിലേറ്റ് ചെയ്യുക. ഇപ്പം ടോൺ ഇൻ ടു പീസസ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് കണ്ടൻസ് ആർ നോട്ട് റീഡബിൾ ബൈ ദി ബാങ്കർ. എന്താ, കീറിക്കളഞ്ഞത് അല്ലെങ്കിൽ കീറിപ്പോയത്. എ മ്യൂട്ടിലേറ്റഡ് ചെക്ക് ഈസ് വൺ വിച്ച് ഈസ് ടോൺ ഇൻ ടു പീസസ്. പല കഷ്ണങ്ങളായിട്ട് കീറിപ്പോയി, ബാങ്കിൽ ഒരു ചെക്കാണ് റിക്കഗ്നൈസ് ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഒരു മ്യൂട്ടിലേറ്റഡ് ചെക്കാണ്. A mutilated check is one which is torn into pieces in such a way that its contents are not readable by the banker. Contents are not readable by the banker. ബാങ്കറിന് എൻ്റെ കണ്ടൻസ് വായിക്കാൻ പറ്റില്ല, മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ അത് മ്യൂട്ടിലേറ്റഡ് ചെക്കാണ്. പ്രധാനമായിട്ടും എന്താ, ദി ഡേറ്റ് ഓഫ് എ ചെക്ക്, ദി എമൗണ്ട് ഇൻ ബോത്ത് വേർഡ്സ് ആൻഡ് ഫിഗേഴ്സ്, സിഗ്നേച്ചർ ഓഫ് ദി അക്കൗണ്ട് ഹോൾഡർ, ക്ലോസിംഗ് ഇഫ് എനി എക്സെട്ര, ഹൗ സീരിയസ് ഇംപ്ലിക്കേഷൻസ് ഓൺ എ ബാങ്കർ. ഇതിനെല്ലാം ബാങ്കിനെന്താ വളരെ പ്രാധാന്യപ്പെട്ട കാര്യങ്ങളാണ്. ഒരു ബാങ്കറിനെ സംബന്ധിച്ചിടത്തോളം ആ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ എമൗണ്ട് ബോത്ത് ഇൻ വേർഡ്സ് ആൻഡ് ഫിഗേഴ്സ്, ഇതിനകത്ത് രണ്ടിനും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ബാങ്ക് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണമെന്നില്ല. അതുപോലെ അക്കൗണ്ട് ഹോൾഡറിൻ്റെ സിഗ്നേച്ചർ വെരിഫൈ ചെയ്യണം. ക്രോസിംഗ് ഉണ്ടെങ്കിൽ ആ ക്രോസിംഗ് ഇത് കണക്കിലെടുക്കണം. ഇതെല്ലാം എന്താണ്, ഒരു ബാങ്കറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ദെൻ ദെയർഫോർ എ ചെക്ക് വിച്ച് ഈസ് ചാർജ് ബിയോണ്ട് റെക്കഗ്നിഷൻ. അപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ തകരാറ് പറ്റി, അത് നമുക്കെന്താ, ഈ ചെക്കിൻ്റെ അല്ലെങ്കിൽ ചെക്ക് ഡ്രോ ചെയ്യുന്നയാളുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ചാർജ് ബിയോണ്ട് റെക്കഗ്നിഷൻ ഈസ് യൂഷ്വലി റിട്ടേൺ അൺപെയ്ഡ് ബൈ എ ബാങ്കർ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ, ആ മ്യൂട്ടിലേറ്റഡ് ചെക്കുകൾ ബാങ്ക് റിട്ടേൺ ചെയ്യും, അത് ഓണർ ചെയ്യില്ല. മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്തെങ്കിലും രീതിയിൽ കീറിപ്പോയത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകരാറ് സംഭവിച്ചു, അവിടെ ആ ഡ്രോ ചെയ്യുന്ന ഡ്രോയറിൻ്റെ ഇൻറ്റൻഷൻ ബാങ്കിന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ ബാങ്കിൻ്റെ ആ ഒരു ചെക്കിൻ്റെ മേൽ പേയ്മെൻറ്റ് ബാങ്കുകൾ റെഫ്യൂസ് ചെയ്യും. അങ്ങനെ ആ ചെക്ക് എന്താ, ഡിസോണറായി പോകും. മ്യൂട്ടിലേറ്റഡ് ചെക്ക്, കീറിപ്പോയത് അല്ലെങ്കിൽ എന്തെങ്കിലും തകരാറുള്ളത്. ദെൻ മെറ്റീരിയൽ ഓൾട്രേഷൻസ്. Material alteration is an alteration made on the check which causes a change in the effect of the instrument. അപ്പോൾ എന്താ, ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇഫക്റ്റ് അതെന്താ, അത് ഡ്രോ ചെയ്ത ആളുടെ ഉദ്ദേശം മാറ്റിക്കളയുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു വ്യതിയാനം ആ ചെക്കിൽ വരുത്തി കഴിഞ്ഞാൽ അതൊരു മെറ്റീരിയൽ ഓൾട്രേഷനായിട്ട് മാറും. മെറ്റീരിയൽ ഓൾട്രേഷൻ ഈസ് എ ചേഞ്ച് made on the check which causes a change in the effect of the instrument, whether it is beneficial or detrimental to any party to the instrument. അപ്പം ആ ഇൻസ്ട്രുമെൻറ്റിൽ അല്ലെങ്കിൽ ആ ചെക്കിലെ ഏതെങ്കിലും പാർട്ടിക്ക് ഇത് അനുകൂലമായോ പ്രതികൂലമായോ ഉള്ള ചേഞ്ച് ആകാം. പക്ഷേ എന്താണ്, ആ ചെക്ക് ഡ്രോ ചെയ്തയാളിൻ്റെ ബേസിക് ഇൻറ്റൻഷനെ മാറ്റിക്കളയുന്നു. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ അതൊരു മെറ്റീരിയൽ ഓൾട്രേഷനായിട്ട് മാറും.
ദിസ് മെറ്റീരിയൽ ഓൾട്രേഷൻ കോസസ് ദി ഇൻസ്ട്രുമെൻറ്റ് ടു കൺവേ എ ഡിഫറെൻറ്റ് മെസ്സേജ് ഇൻ ലീഗൽ എഫക്റ്റ്. ഒരു മെറ്റീരിയൽ ഓൾട്രേഷൻ വന്നു കഴിഞ്ഞാൽ എന്താ, അത് ഡ്രോ ചെയ്ത ആളിൻ്റെ ആ ഒരു ഇൻറ്റൻഷൻ അല്ല, ഒരു ഡിഫറെൻ്റായ ഇൻറ്റൻഷനാണ് അത് കൺവേ ചെയ്യുന്നത് ഫ്രം ദാറ്റ് വി ഒറിജിനലി കൺവേഡ്. ഇപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റ് ഒറിജിനലായിട്ട് എന്ത് മെസ്സേജാണോ കൺവേ ചെയ്തിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മെസ്സേജ് കൺവേ ചെയ്യപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഒരു ചെക്കിൽ വരുത്തിയിട്ടുണ്ട് എങ്കിൽ അത് മെറ്റീരിയൽ ഓൾട്രേഷനായിട്ട് മാറുന്നു. ചെക്കിന് മാത്രമല്ല, എല്ലാ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിനും ഇത് ബാധകമാണ്. അപ്പോൾ അത് ഡ്രോ ചെയ്യുന്നയാളിൻ്റെ അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒറിജിനലായിട്ടുള്ള മെസ്സേജോ ഇൻറ്റൻഷനോ എന്താണോ അതിന് വ്യത്യാസം വരുത്തുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ആ ഇൻസ്ട്രുമെൻറ്റിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ബിക്കംസ് എ മെറ്റീരിയൽ ഓൾട്രേഷൻ. ഒരു മെറ്റീരിയൽ ഓൾട്രേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒറിജിനൽ ക്യാരക്ടർ മാറുന്നു. അതോടുകൂടി ആ ഇൻസ്ട്രുമെൻ്റ് എന്താണ്, അത് മറ്റൊരു ഇൻസ്ട്രുമെൻ്റായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ചെക്കിൽ എന്തെങ്കിലും മെറ്റീരിയൽ ഓൾട്രേഷൻ വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് ബാങ്കുകൾ ഡിനൈ ചെയ്യും, ആ ചെക്ക് ഡിസോണർ ആകും. സോ ആസ് ഫാർ ആസ് പോസിബിൾ ഓൾട്രേഷൻസ് ആൻഡ് ഓവർ റൈറ്റിംഗ് ഓൺ എ ചെക്ക് ഷുഡ് ബി അവോയ്ഡഡ്. ചെക്കുകളിൽ ഓവർ റൈറ്റിങ്ങും ഓൾട്രേഷൻസും അത് ഒഴിവാക്കണം, പറ്റുന്നിടത്തോളം കേസിൽ അത് ഒഴിവാക്കണം. ഇനി എന്തെങ്കിലും കാരണവശാൽ അൺഅവോയ്ഡബിൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ if at all an alteration is to be made, it should be confirmed by the full signature of the drawer. എന്തെങ്കിലും ഓൾട്രേഷൻ വരുത്തുകയാണെങ്കിൽ ആ ഓൾട്രേഷൻ്റെ തൊട്ടുമുകളിൽ ഡ്രോയറിൻ്റെ പൂർണ്ണമായ സിഗ്നേച്ചർ കൊടുത്തിരിക്കണം. ഇനീഷ്യൽ അല്ല, ഫുൾ സിഗ്നേച്ചർ ഓഫ് ദി ഡ്രോയർ മസ്റ്റ് ബി പുട്ട് ദെയർ. If an alteration is not supported by the full signature of the drawer, the bank will refuse to make payment of the same. ഇനി ഒരു ചെക്കിൽ എന്തെങ്കിലും ചെറിയൊരു വ്യതിയാനം വരുത്തിയിട്ടുണ്ട്, ഒരു ഓൾട്രേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ ഡ്രോയറിൻ്റെ ഫുൾ സിഗ്നേച്ചർ ഇല്ല എങ്കിൽ ദി ബാങ്കർ വിൽ റിഫ്യൂസ് ടു മേക്ക് പേയ്മെൻറ്റ് ഓൺ ദി സെയിം. അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കില്ല. കാരണം ബാങ്കിന് അങ്ങനെ ഒരു ലീഗൽ ഓബ്ലിഗേഷൻ ഇല്ല. ബാങ്കിന് വളരെ സുരക്ഷിതമായിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് റിഫ്യൂസ് ചെയ്യാം. ദെൻ ദി ഓൾട്രേഷൻസ് എന്തൊക്കെയാണ് സാധാരണയായിട്ട് മെറ്റീരിയൽ ഓൾട്രേഷനായിട്ട് കണക്കാക്കുന്നത്? അതിൻ്റെ എന്താ, ഒരു ഒറിജിനൽ ഇൻറ്റൻഷൻ മാറ്റിക്കളയുന്ന രീതിയിൽ വരുന്ന ചേഞ്ചുകളാണ്. ഒന്ന്, ഓൾട്രേഷൻ ഓഫ് ദി ഡേറ്റ് ഓഫ് ദി ചെക്ക്. ചെക്കിൻ്റെ ഡേറ്റിൽ എന്തെങ്കിലും വ്യതിയാനം വരുത്തി കഴിഞ്ഞാൽ അതൊരു മെറ്റീരിയൽ ഓൾട്രേഷനാണ്. എന്താ, അതിൻ്റെ ഇൻറ്റൻഷൻ തന്നെ മാറിപ്പോകുന്നു. അപ്പം എനി ഓൾട്രേഷൻ ദി ഡേറ്റ് ഓഫ് ദി ചെക്ക്. സെക്കൻഡ്ലി, ഓൾട്രേഷൻ ഓഫ് ദി എമൗണ്ട് ഓഫ് ദി ചെക്ക്. പേര് എമൗണ്ട് മാറ്റുന്നു. എമൗണ്ട് മാറ്റുക എന്ന് പറയുന്നത് സീരിയസ് ഓൾട്രേഷനാണ്. ദെൻ ഓൾട്രേഷൻ ഓഫ് ദി പ്ലേസ് ഓഫ് പേയ്മെൻറ്റ്. ഇപ്പം ഡേറ്റ് മാറ്റുക, എമൗണ്ട് മാറ്റുക, പ്ലേസ് ഓഫ് പേയ്മെൻറ്റ് മാറ്റുക. ഓൾട്രേഷൻ ഓഫ് ദി നെയിം ഓഫ് ദി പേയ്. ഇത് ആർക്കാണോ കൊടുക്കേണ്ടത് അത് പേയുടെ പേര് വെട്ടി വേറൊരു പേര് എഴുതുക. ഓൾട്രേഷൻ ഓഫ് ദി നെയിം ഓഫ് ദി പേയ്. നമുക്കങ്ങനെ പേര് വെട്ടി എഴുതിയൊരു ചെക്ക് മാറ്റാൻ പറ്റില്ല. മറ്റയാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താ, അത് ഒരു എൻഡോഴ്സ് ചെയ്യുക, എൻഡോഴ്സ്മെൻ്റാണ് അതിൻ്റെ മാർഗം. ദെൻ ക്യാൻസലേഷൻ ഓഫ് ദി ക്രോസിംഗ് ഓഫ് ദി ചെക്ക്. ഒരു ക്രോസ് ചെക്കിൻ്റെ ക്യാൻസലേഷൻ ചെയ്യുക, ക്രോസിംഗ് ക്യാൻസൽ ചെയ്യുക, അത് മെറ്റീരിയൽ ഓൾട്രേഷനാണ്. ഒരിക്കലും ഒരു ചെക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്യാൻസലേഷൻ അലൗഡല്ല, ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ദെൻ ചേഞ്ചിങ് സ്പെഷ്യലി ക്രോസ് ചെക്ക് ടു ജനറലി ക്രോസ് ചെക്ക്. അപ്പം സ്പെഷ്യലി ക്രോസ് ചെക്കും ജനറലി ക്രോസ് ചെക്കുമായിട്ടൊരു സ്പെഷ്യലി ക്രോസ് ചെക്ക്. ഈ ക്രോസിംഗ് അതെന്താണ്, പേയിങ് ബാങ്കിനും കളക്റ്റിംഗ് ബാങ്കിനും കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ സ്പെഷ്യലി ക്രോസ് ചെക്ക് ആണെങ്കിൽ ഏത് ബാങ്കിൻ്റെ പേരിലാണോ സ്പെഷ്യലി ക്രോസ് ചെയ്തിരിക്കുന്നത് ആ ബാങ്കിന് മാത്രമേ അതിൻ്റെ കളക്ഷൻ റിസീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ ബാങ്കിന് മാത്രം പേയ്മെൻറ്റ് ആ എമൗണ്ട് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. ഇപ്പം ജനറലി ക്രോസ് ചെക്കാണെങ്കിൽ ഏത് ബാങ്കിൽ വേണമെങ്കിലും നമുക്കത് കളക്ഷന് കൊടുക്കാം. അപ്പം അതാണ് ഒരു സ്പെഷ്യലി ക്രോസ് ചെക്ക് ജനറലി ക്രോസ് ചെക്കിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് മെറ്റീരിയൽ ഓൾട്രേഷനാണ്. അതും റെഫ്യൂസ് ചെയ്യും, പേയ്മെൻറ്റ് റെഫ്യൂസ് ചെയ്യും. ദെൻ സ്ട്രൈക്കിംഗ് ഓഫ് ദി വേഴ്സ് നോട്ട് നെഗോഷ്യബിൾ ഓർ അക്കൗണ്ട് വേ ഫ്രം ദി ജനറൽ ഓർ സ്പെഷ്യൽ ക്രോസിംഗ്. നമ്മൾ ഈ ക്രോസിംഗ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കുന്നതാണ്. എന്താണ് ക്രോസിംഗ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോസിംഗ്. അപ്പം നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് അതിൻ്റേതായ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം അതുപോലെ എന്താണ് അക്കൗണ്ട് പേ ക്രോസിംഗ്, അക്കൗണ്ട് പേ ടു ഒൺലി ദി പേയ്സ് അക്കൗണ്ട്. നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ്
നെഗോഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറബിലിറ്റി എന്നുള്ള, നോട്ട് നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാൽ അത് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നല്ല. ഇപ്പം ട്രാൻസ്ഫറർ കനോട്ട് ട്രാൻസ്ഫർ എ ബെറ്റർ ടൈറ്റിൽ ദാൻ ഹിസ് ഓൺ ടു ദി ട്രാൻസ്ഫർ എന്നേ ഉള്ളൂ. ഇപ്പം നോട്ട് നെഗോഷ്യബിൾ പറഞ്ഞാലും അത് ട്രാൻസ്ഫർ ചെയ്യാം, പക്ഷേ ട്രാൻസ്ഫററിൻ്റെ ടൈറ്റിൽ ഡിഫക്റ്റീവ് ആണെങ്കിൽ ട്രാൻസ്ഫറിക്കും ഡിഫക്റ്റീവ് ടൈറ്റിലേ കിട്ടുകയുള്ളൂ. ഇപ്പം സ്ട്രൈക്കിംഗ് ഓഫ് ദി വേസ് നോട്ട് നെഗോഷ്യബിൾ ഓർ അക്കൗണ്ട് ബേ ഫ്രം ജനറൽ ഓർ സ്പെഷ്യൽ ക്രോസിംഗ്, ഇതെല്ലാം എന്തായിട്ട് മാറും? മെറ്റീരിയൽ ഓൾട്രേഷൻ ആയിട്ട് മാറും. അപ്പോൾ ആ ഡ്രോ ചെയ്ത് അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒറിജിനൽ ഇൻറ്റൻഷൻ, ഒറിജിനൽ ക്യാരക്ടർ മാറ്റിക്കളയുന്നു. ഇതാണ് മെറ്റീരിയൽ ഓൾട്രേഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ചെക്ക് എന്താണ്? ചെക്ക് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ വരുന്നതാണ്. ഇത് പേയ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഇപ്പം ഇതിൻ്റെ എസെൻഷ്യൽസ് ഉണ്ട്, ചെക്കിൻ്റെ വാലിഡ് എസെൻഷ്യൽസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെക്സ് ഉണ്ട്. ഇപ്പം സ്റ്റെയിൽ ചെക്ക്, ആൻറ്റി ഡേറ്റഡ് ചെക്ക്, പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്, ഇത്രയും കാര്യങ്ങളൊക്കെ ചെക്കിനെ സംബന്ധിച്ച് ഓർത്തിരിക്കുക. നൗ വി ഷാൽ മൂവ് ടു ദി ബാങ്ക് ഡ്രാഫ്റ്റ്. അപ്പം ചെക്കും ബാങ്ക് ഡ്രാഫ്റ്റും വ്യത്യസ്തമുണ്ട്. ബാങ്ക് ഡ്രാഫ്റ്റ്, ദെൻ ബാങ്ക് ഡ്രാഫ്റ്റ് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്, ബാങ്ക് ഡ്രാഫ്റ്റ് ഈസ് നോട്ട് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. നമ്മുടെ ഇന്ത്യയിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ടിൻ്റെ കീഴിൽ വരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ്? പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ചെക്ക്. ഇനി ഹുണ്ടീസ് ഉണ്ട്, അത് ഇൻഡിജീനസ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്, റിട്ടൺ ഇൻ വെർണാക്കുലർ ലാംഗ്വേജ് അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജ്. അപ്പം ഈ 4 ഇൻസ്ട്രുമെൻറ്റ്സേ ഉള്ളൂ. അതിലൊരെണ്ണം ബിൽ ഓഫ് എക്സ്ചേഞ്ച് തന്നെയാണ്. ഡ്രാഫ്റ്റ്, ബാങ്ക് ഡ്രാഫ്റ്റ് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അല്ല, അത് പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. ബാങ്ക് ഡ്രാഫ്റ്റ് then as according to section 85 subsection A of the Negotiable Instruments Act 1881, a bank draft is an order to pay money drawn by one office of a bank upon other office of the same bank for a sum of money payable to order or demand. Appam it is an order to pay money drawn by one office of a bank. ഒരു ബാങ്ക് അതേ ബാങ്കിൻ്റെ മറ്റൊരു ഓഫീസിന് ഒരു നിശ്ചിത എമൗണ്ട് പേ ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്നൊരു ഓർഡറാണ് ബാങ്ക് ഡ്രാഫ്റ്റ്. ഈ ബാങ്ക് ഡ്രാഫ്റ്റുമായിട്ട് വരുന്ന ആൾക്ക് ഇന്ന തുക പേയ്മെൻ്റായിട്ട് കൊടുക്കുക, ഇന്ന തുക കൊടുക്കുക. അപ്പം അങ്ങനെയൊരു ഓർഡറാണ് ബാങ്ക് ഡ്രാഫ്റ്റിൽ വരുന്നത്. ഇതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അല്ല. സോ ദി above definition brings for the following characteristics of bank draft. ഈ ഡെഫിനിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ പ്രധാനപ്പെട്ട ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ബാങ്ക് ഡ്രാഫ്റ്റിൻ്റെ. ഇറ്റ് ഈസ് എൻ ഓർഡർ ബൈ വൺ ബാങ്ക് ഓഫ് എ ബ്രാഞ്ച് ടു അനദർ ബ്രാഞ്ച്. ഒരു ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് അതേ ബാങ്കിൻ്റെ തന്നെ മറ്റൊരു ബ്രാഞ്ചിന് കൊടുക്കുന്നൊരു ഓർഡറാണ്. ഇനി എന്തിനു വേണ്ടിയാണ് ഈ ഓർഡർ? ഇറ്റ് ഈസ് പേയബിൾ ഓൺ ഡിമാൻഡ്. ബാങ്ക് ഡ്രാഫ്റ്റും ഇതിൻ്റെ ഡിമാൻഡിൽ പേയ്മെൻറ്റ് വരികയുള്ളൂ. ബാങ്ക് ഡ്രാഫ്റ്റ് ഈസ് ഓൾസോ പേയബിൾ ഓൺ ഡിമാൻഡ് ലൈക്ക് എ ചെക്ക്. ഡ്രാഫ്റ്റ് മേടിച്ച് പോക്കറ്റിൽ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എമൗണ്ട് കിട്ടില്ല. പേയ്മെൻറ്റ് മസ്റ്റ് ബി ഡിമാൻഡഡ് ബൈ ദി ഹോൾഡർ ഓഫ് ദി ബാങ്ക് ഡ്രാഫ്റ്റ്. ദെൻ ഇറ്റ് കണ്ടെയ്ൻസ് എൻ ഓർഡർ ടു പേ എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് മണി ടു ദി പേഴ്സൺ നെയിംഡ് ഇൻ ദി ഡ്രാഫ്റ്റ് ഓർ ടു ഹിസ് ഓർഡർ. നെയിംഡ് ദി ഡ്രാഫ്റ്റ് ഓർ ടു ഹിസ് ഓർഡർ, ആരുടെ പേരാണോ ഡ്രാഫ്റ്റിൽ മെൻഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അയാളുടെ ഓർഡർ അനുസരിച്ച് പേയ്മെൻറ്റ് കൊടുക്കുക. ദെൻ a bank draft is issued for value or consideration received in advance. അപ്പം നേരത്തെ തന്നെ കിട്ടിയ എന്താ ബാങ്ക് ഡ്രാഫ്റ്റിൻ്റെ ഒരു പ്രത്യേകത? നമ്മളൊരു ബാങ്ക് ഡ്രാഫ്റ്റ് എടുക്കണമെങ്കിൽ നമ്മളൊരു ബാങ്കിൽ പോയി ഒരു ഡ്രാഫ്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോമുണ്ട്, ആ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. ആരുടെ പേരിലാണോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഏത് ബ്രാഞ്ചിലേക്കാണ് ഈ ഡ്രാഫ്റ്റ് ആവശ്യമായിട്ട് വരുന്നത്, ആർക്കാണോ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പേര്, എമൗണ്ട് ഓഫ് ദി ഡ്രാഫ്റ്റ്, ദെൻ ബാങ്ക് ചാർജസ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ഫോമും നമ്മൾ ഉദ്ദേശിക്കുന്ന തുകയും അതിൻ്റെ ബാങ്ക് ചാർജസും കൂടി കൗണ്ടറിൽ അടച്ച് കഴിയണം. എങ്കിൽ മാത്രമേ ഈ ഡ്രാഫ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പം മുൻകൂട്ടി ഈ പണം പേയ്മെൻറ്റ് നടത്തണം, മുൻകൂട്ടി പേയ്മെൻറ്റ് നടത്തണം. അപ്പോൾ അതുകൊണ്ട് ഒരു ബാങ്ക് ഡ്രാഫ്റ്റ് ഒരിക്കലും ഡിസോണർ ആകുന്ന പ്രശ്നമില്ല. എ ബാങ്ക് ഡ്രാഫ്റ്റ് വിൽ നെവർ ഡിസോണർ. ബട്ട് ഇൻ കേസ് ഓഫ് എ ചെക്ക് ക്യാൻ ഡിസോണർ. ചെക്ക് എപ്പോഴാണെങ്കിൽ ഡിസോണറായി പോകാം. ബാങ്ക് ഡ്രാഫ്റ്റിന് ആ ഡിസോണർ പ്രശ്നം വരുന്നില്ല. അവിടെ എന്താ, ദി പേഴ്സൺ ഇൻറ്റൻഡിങ് ടു റെമിറ്റ് മണി ത്രൂ എ ബാങ്ക് ഡ്രാഫ്റ്റ് ഹാസ് ടു ഡിപ്പോസിറ്റ് ദി മണി ഓൺ ദി റെമിറ്റ് ടു ബി റെമിറ്റഡ്. അപ്പം
ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പണം റെമിറ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നയാൾ ഒരു ആപ്ലിക്കേഷൻ ഫോമിനോട് കൂടി ഈ പൈസ ബാങ്കിൽ റെമിറ്റ് ചെയ്യുക. ടുഗദർ വിത്ത് ദി കമ്മീഷൻ ഓഫ് ദി ബാങ്കർ. അപ്പോൾ അതിനെന്താ, ബാങ്കറിന് കമ്മീഷനും കൂടെ ഉണ്ട്. ദസ് എ ബാങ്ക് ഡ്രാഫ്റ്റ് ഈസ് ഇഷ്യൂഡ് ഫോർ വാല്യൂ ഓർ കൺസിഡറേഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പം നേരത്തെ തന്നെ പൈസ പണം റിസീവ് ചെയ്തിട്ട് മാത്രമേ ബാങ്ക് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഇത് ഡിസോണർ ആകുന്ന പ്രശ്നമില്ല. നമ്മളൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ മിസ്റ്റർ ഹരിലാൽ ഓഫ് കൊച്ചിൻ വിഷസ് ടു സെൻഡ് ₹1 lakh to മിസ്റ്റർ വിഷ്ണു ഓഫ് ന്യൂഡൽഹി. ദെൻ മിസ്റ്റർ ഹരിലാൽ ഹാസ് ടു റെമിറ്റ് ₹1 lakh to any bank at Cochin, say State Bank of India, and obtain a demand draft from Cochin branch drawn in favor of Mr. Vishnu payable at New Delhi branch. ഇനി അതല്ല, ഒരു ആർക്കെങ്കിലും ഒരാൾക്ക്, ഇപ്പം ഹരിലാലിന് 1,00,000 രൂപ ഡൽഹിയിലുള്ള ഒരാൾക്ക് കൊടുക്കണം. ഹരിലാൽ എന്താ, കൊച്ചിയിലുള്ള ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ ചെല്ലുക. ആർക്കാണ് ഇത് കൊടുക്കേണ്ടത്, ഏത് ബ്രാഞ്ചിലോട്ടാണ് കൊടുക്കേണ്ടത് എല്ലാം മെൻഷൻ ചെയ്തിട്ട് ഈ 1,00,000 രൂപയും ഡ്രാഫ്റ്റ് കിട്ടാനുള്ള ആപ്ലിക്കേഷൻ ഫോമും ബാങ്കിൻ്റെ കമ്മീഷനും കൂടെ കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് ഡ്രാഫ്റ്റ് എഴുതി തരും. ഇത് ബൈ പോസ്റ്റ് അയച്ചു കൊടുക്കുക. ഡൽഹിയിലെ ആൾ ഇതുമായിട്ട് ആ കൺസേൺഡ് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടും. ഇതിൻ്റെ പേരിൽ ഡ്രാഫ്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നയാളിൽ നിന്നും പൈസയൊന്നും ഈടാക്കുകയില്ല. കാരണം നേരത്തെ തന്നെ മുൻകൂട്ടി ഈടാക്കിയിട്ടുണ്ട്. കമ്മീഷൻ നേരത്തെ തന്നെ ഡ്രാഫ്റ്റ് എടുക്കുന്നയാൾ ബാങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇതൊരു എന്താണിത്, പൈസ ഒരു ബ്രാഞ്ചിൽ നിന്നും മറ്റൊരു ബ്രാഞ്ചിലേക്ക് റെമിറ്റ് ചെയ്യുന്നതിൻ്റെ മാർഗമാണ്. ഈ ചെക്കിൻ്റെയും ബാങ്ക് ഡ്രാഫ്റ്റിൻ്റെയും ഒക്കെ വ്യാപകമായ ഉപയോഗം ഇപ്പോൾ വളരെയധികം കുറഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഇപ്പം എല്ലാം നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റുകളാണ്. ഈ ഡെവലപ്മെൻറ്റ് ഓഫ് ഓൺലൈൻ പേയ്മെൻറ്റ്, ഇപ്പം ഓൺലൈൻ പേയ്മെൻറ്റ് വന്നതോടുകൂടി ബാങ്കിൽ പോയി നിൽക്കേണ്ട കാര്യമില്ല, ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ചെക്കും ഡ്രാഫ്റ്റും ഒക്കെ യൂസ് വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഡ്രാഫ്റ്റ് എടുത്ത് അയക്കണമെന്ന് പറഞ്ഞാൽ എന്താ, ആപ്ലിക്കേഷനോ, ജോബ് ആപ്ലിക്കേഷനോ, അല്ലെങ്കിൽ വല്ല കോഴ്സിൻ്റെ ആപ്ലിക്കേഷനോ, ഫീസ് പേയ്മെൻറ്റോ, അങ്ങനെ വളരെ ചുരുക്കം കുറേ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇപ്പം ചെക്കും ഡ്രാഫ്റ്റും ഒക്കെ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി എല്ലാം തന്നെ എന്താ, നമ്മൾ ഇലക്ട്രോണിക് പേയ്മെൻറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഈ ഉപയോഗം കുറഞ്ഞു പോയി. ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റംസ് ഡെവലപ്പ് ആകുന്നതിന് മുമ്പ് വളരെ വ്യാപകമായിട്ട് മണി റെമിറ്റൻസിന് വേണ്ടി, അതുപോലെ മണി പേയ്മെൻറ്റിന് വേണ്ടി ചെക്കും ഡ്രാഫ്റ്റും ഒക്കെ ഉപയോഗിക്കുമായിരുന്നു. അപ്പം നമുക്ക് മറ്റൊരാൾക്ക് പണം കൊടുക്കാനുണ്ടെങ്കിൽ ചെക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പണം റെമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാങ്ക് ഡ്രാഫ്റ്റാണ് ഉപയോഗിച്ചിരുന്നത്. ഇതൊക്കെ ഇപ്പം എന്താണ്, അതിൻ്റെ ആ ഒരു ഉപയോഗം കുറഞ്ഞു വരികയാണ്, ഡ്രാഫ്റ്റിൻ്റെയും ചെക്കിൻ്റെയും ഒക്കെ. ഇനി നമുക്ക് അതിൻ്റെ ആ ഡിഫറൻസ് ഒന്ന് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ എ ചെക്ക് ആൻഡ് എ ബാങ്ക് ഡ്രാഫ്റ്റ്. ദെൻ എ ചെക്ക് ക്യാൻ ബി ഇഷ്യൂഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ. ചെക്ക് വ്യക്തികളാണ് ഇഷ്യൂ ചെയ്യുന്നത്. എ ചെക്ക് ക്യാൻ ബി ഇഷ്യൂഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ, ബട്ട് എ ബാങ്ക് ഡ്രാഫ്റ്റ് ഈസ് ഓൾവേസ് ഇഷ്യൂഡ് ബൈ എ ബാങ്ക്. ഇൻഡിവിജ്വൽസ്, ബാങ്ക് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന ബാങ്കുകളാണ്. ചെക്ക് ക്യാൻ ബി ഇഷ്യൂഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ. എ ചെക്ക് ഈസ് ഡ്രോൺ ബൈ എ കസ്റ്റമർ ഓൺ ഹിസ് ബാങ്ക്. ചെക്ക് കസ്റ്റമർ അയാളുടെ ബാങ്കിൻ്റെ മേൽ ഡ്രോ ചെയ്യുന്നതാണ്. എ ബാങ്ക് ഡ്രാഫ്റ്റ് ഈസ് ഡ്രോൺ ബൈ one office of a bank upon another office of the same bank. A bank draft is drawn by one office of a bank. ഒരു ബാങ്കിൻ്റെ ഒരു ഓഫീസ് അതേ ബാങ്കിൻ്റെ മറ്റൊരു ഓഫീസിൻ്റെ മേൽ, അല്ലെങ്കിൽ അതേ ബാങ്കിൻ്റെ മറ്റൊരു ബ്രാഞ്ചിൻ്റെ മേൽ ഡ്രോ ചെയ്യുന്നതാണ് ബാങ്ക് ഡ്രാഫ്റ്റ്. ഒരേ ബാങ്ക് തന്നെ ആയിരിക്കും, ഒരു ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് അതേ ബാങ്കിൻ്റെ തന്നെ മറ്റൊരു ബ്രാഞ്ചിൻ്റെ മേലാണ് ഡ്രോ ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് എ ബാങ്ക് ഡ്രാഫ്റ്റ്. അതേസമയം ചെക്കാണെങ്കിൽ എന്താ, എ ചെക്ക് ഈസ് ഡ്രോൺ ബൈ എ കസ്റ്റമർ ഓൺ ഹിസ് ബാങ്ക്. ഒരു ചെക്ക് ഇപ്പോഴും കസ്റ്റമർ അയാൾക്ക് ഏത് ബാങ്കിൻ്റെ ഏത് ബ്രാഞ്ചിലാണോ അക്കൗണ്ട് ഉള്ളത് അവിടെയാണിത് ഡ്രോ ചെയ്യുന്നത്. ദെൻ എ ചെക്ക് ക്യാൻ ബി മെയ്ഡ് പേയബിൾ ടു ദി ബെയറർ. ചെക്ക് എന്താ, ഇറ്റ് ക്യാൻ ബി എ ബെയറർ ചെക്ക് ഓർ ഓർഡർ ചെക്ക്. അതേസമയം ബാങ്ക് ഡ്രാഫ്റ്റ് വന്നു കഴിയുമ്പം എ ഡ്രാഫ്റ്റ് കനോട്ട് ബി മെയ്ഡ് പേയബിൾ ടു ബെയറർ. പേ ടു ബെയറർ എന്നും പറഞ്ഞ് ഒരിക്കലും ഡ്രാഫ്റ്റ് ബാങ്ക് ഇഷ്യൂ ചെയ്യില്ല. ഇപ്പോൾ ഡ്രാഫ്റ്റിൽ കൃത്യമായിട്ട് ഇത് ആർക്കാണ് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് നെയിം അവിടെ എഴുതിയിരിക്കും. അതുകൊണ്ട് എന്താണ്, എ ബാങ്ക് ഡ്രാഫ്റ്റ് കനോട്ട് ബി മെയ്ഡ് പേയബിൾ ടു
but a check can be made payable to bearer. Then there is a possibility of a check being dishonored. ചെക്ക് ഡിസോണർ ആകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അക്കൗണ്ട് ഹോൾഡറിൻ്റെ ആരുടെയാണോ ഈ ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത് അയാളുടെ അക്കൗണ്ടിൽ സഫീഷ്യൻറ്റ് ബാലൻസ് ഇല്ല എങ്കിൽ ബാങ്ക് ആ ചെക്ക് ഡിസോണർ ആക്കും. അതേസമയം ഇൻ കേസ് ഓഫ് ബാങ്ക് ഡ്രാഫ്റ്റ് ദർ ഇസ് നോ ചാൻസ് ഓഫ് ഡിസോണർ. കാരണം ഓൾറെഡി ബാങ്ക് ഇതിൻ്റെ പൈസ മേടിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പം there is no possibility of a draft being dishonored as the remitter has already paid the money. ബാങ്ക് പൈസ സ്വീകരിച്ചിട്ടാണ് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ബാങ്ക് ഡ്രാഫ്റ്റ് ഡിസോണർ ആകാനുള്ള ചാൻസ് ഇല്ല. ചെക്ക് ഡിസോണർ ആകാം if sufficient balance is not there in the customer's account. Then the payment of a check can be easily countermanded by the drawer. In case of a check, its payment can be easily countermanded by the drawer. ചെക്ക് കൊടുക്കുന്നയാൾക്ക് ബാങ്ക് ആക്ച്വലി ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും ആ പേയ്മെൻറ്റ് കൗണ്ടർമാൻഡ് ചെയ്യാം. ജസ്റ്റ് ഗീവ് എ നോട്ടീസ് അല്ലെങ്കിൽ ഒരു ഓർഡർ ബാങ്കിന് കൊടുക്കുക. ഇന്ന ഡേറ്റിൽ ഞാൻ ഇഷ്യൂ ചെയ്ത ഇത്ര എമൗണ്ടിൻ്റെ ചെക്ക് ഇന്നയാൾക്ക് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുക. ഒരു കൗണ്ടർമാൻഡിങ് ഓർഡർ കൊടുത്താൽ മതി. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ദി പേയ്മെൻറ്റ് ഓഫ് എ ചെക്ക് ക്യാൻ ബി ഈസിലി കൗണ്ടർമാൻഡഡ് ബൈ ദി ഡ്രോയർ ബട്ട് എ പേയ്മെൻറ്റ് ഓഫ് എ ബാങ്ക് ഡ്രാഫ്റ്റ് കനോട്ട് ബി കൗണ്ടർമാൻഡഡ്. ബാങ്ക് ഡ്രാഫ്റ്റിൻ്റെ മേൽ ഒരിക്കലും ഒരു കൗണ്ടർമാൻഡിങ് ഓർഡർ കൊടുക്കാൻ പറ്റില്ല. ദെൻ ഇനി വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. സോ ദി പേയ്മെൻറ്റ് ഓഫ് എ ബാങ്ക് ഡ്രാഫ്റ്റ് കനോട്ട് ബി കൗണ്ടർമാൻഡഡ് ഈസിലി എക്സെപ്റ്റ് ഇൻ കേസ് വെയർ ലോസ് ഓർ തെഫ്റ്റ് ഓഫ് ദി ഡ്രാഫ്റ്റ് ഹാസ് ബീൻ റിപ്പോർട്ടഡ്. ഇനി ഈ ഡ്രാഫ്റ്റ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെടുകയോ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇത് കൗണ്ടർമാൻഡ് ചെയ്യാം. ബാങ്കിന് സ്പെസിഫിക് ആയിട്ട് അറിയിക്കണം, ഇന്ന ചെക്ക് ഇന്ന ഡ്രാഫ്റ്റ് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഇന്ന ഡ്രാഫ്റ്റ് മോഷ്ടിക്കപ്പെട്ടു, അതുകൊണ്ട് ഇതിൻ്റെ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ആക്കുക. ദെൻ എ ചെക്ക് ഈസ് കൺസിഡേർഡ് ആസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. ചെക്ക് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതേസമയം എ ബാങ്ക് ഡ്രാഫ്റ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. ബാങ്ക് ഡ്രാഫ്റ്റ് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അല്ല, ചെക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിൻ്റെ ഓണർഷിപ്പ് നമുക്ക് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ് വിതൗട്ട് മച്ച് റെസ്ട്രിക്ഷൻ. ദെൻ എ ചെക്ക് ഈസ് യൂസ്ഡ് ആസ് എ മീൻസ് ഓഫ് സെറ്റിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ചെക്ക് എന്താണ്? ബിസിനസ് ട്രാൻസാക്ഷൻസ് സെറ്റിൽമെൻറ്റിന് വേണ്ടിയാണ് ചെക്ക് ഉപയോഗിക്കുന്നത്. A bank draft is used as a means of remittance of money. Bank draft is used as a means of remittance of money from one place to another. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പണം അയക്കുന്നതിന് വേണ്ടി, പണം റെമിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ബാങ്ക് ഡ്രാഫ്റ്റ്. ദെൻ നമുക്ക് ഹോൾഡ് ഇൻ ഡ്യൂ കോഴ്സ് Section 8, Subsection 1 of the Negotiable Instruments Act 1881 defines holder of a negotiable instrument. ഹോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നയാൾ. സെക്ഷൻ 8 സബ്സെക്ഷൻ 1 അതിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എനി പേഴ്സൺ ഹു ഈസ് എൻടൈറ്റിൽഡ് ഇൻ ഹിസ് ഓൺ നെയിം ടു ദി പൊസഷൻ ദെയർ ഓഫ്. എനി പേഴ്സൺ എൻടൈറ്റിൽഡ് ഇൻ ഹിസ് ഓൺ നെയിം ദി പൊസഷൻ ദെയർ ഓഫ് ആൻഡ് ടു റിസീവ് ഓർ റിക്കവർ ദി എമൗണ്ട് ഡ്യൂ ദെയർ ഓൺ ഫ്രം ദി പാർട്ടീസ് ലയബിൾ ദെയർ ടു. അപ്പം എനി പേഴ്സൺ ഹു ഈസ് എൻടൈറ്റിൽഡ് ഇൻ ഹിസ് ഓൺ നെയിം ദി പൊസഷൻ ദെയർ ഓഫ്. അപ്പോൾ ഏത് വ്യക്തിക്കാണോ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നതിനും അതിൻ്റെ മേൽ പേയ്മെൻറ്റ് റിസീവ് ചെയ്യാനുള്ള നിയമപരമായ അധികാരമുള്ളത്, അർഹതയുള്ളത്, അയാളെ എന്തായിട്ട് പറയും? ഹോൾഡറായിട്ട് പറയും. സെക്ഷൻ 8 സബ്സെക്ഷൻ 1 പ്രകാരം. ദെൻ നമ്മൾ ഈ ഡെഫിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ എ പേഴ്സൺ ഹു ഈസ് ലീഗലി എൻടൈറ്റിൽഡ് ടു ഗെറ്റ് ദി പൊസഷൻ ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് in his own name and to receive the amount mentioned in the instrument is treated as a holder. അപ്പം ആരാണ് ഒരു ഹോൾഡറായിട്ട് വരുന്നത്? എ പേഴ്സൺ ഹു ഈസ് ലീഗലി എൻടൈറ്റിൽഡ് ടു ഗെറ്റ്, നിയമപരമായിട്ട് അയാൾക്ക് അർഹത ഉണ്ടായിരിക്കണം. ലീഗലി എൻടൈറ്റിൽഡ് ടു ഗെറ്റ് പൊസഷൻ ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഇൻ ഹിസ് ഓൺ നെയിം ആൻഡ് ടു റിസീവ് ദി എമൗണ്ട് മെൻഷൻഡ് ഇൻ ദി ഇൻസ്ട്രുമെൻറ്റ് ഈസ് ട്രീറ്റഡ്. ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് നിയമപരമായിട്ട് പേരിൽ കിട്ടാനും അതിൻ്റെ എമൗണ്ട് റിസീവ് ചെയ്യാനുമുള്ള നിയമപരമായ റൈറ്റ് ഉള്ള ഒരു വ്യക്തിയാണ് ഹോൾഡർ. നമ്മളതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് ഈ റൈറ്റ് ഉണ്ടാകാവുന്നത്? ഇൻ കേസ് ഓഫ് എ ബെയറർ ചെക്ക്, ദി ഹോൾഡർ ഈസ് ദി ബെയറർ ഓർ പൊസസർ ഓഫ് ദി ചെക്ക്. ഒരു ബെയറർ ചെക്ക് ആണെങ്കിൽ എന്താ? ഹോൾഡർ എന്ന് പറയുന്ന ആരുടെ കൈവശമാണ് ഈ ചെക്ക് ഇരിക്കുന്ന അയാൾ ഹോൾഡറാണ്.
അയാൾക്ക് പേയ്മെൻറ്റ് കിട്ടാനുള്ള അർഹതയുണ്ട്. ഇൻ കേസ് ഓഫ് എ ബെയറർ ചെക്ക്. ഇൻ കേസ് ഓഫ് എൻ ഓർഡർ ചെക്ക്, ദി ഹോൾഡർ ഇസ് ദി പേഴ്സൺ നെയിംഡ് ഇൻ ദി ചെക്ക്. ഒരു ഓർഡർ ചെക്കാണെങ്കിൽ ആരുടെ പേരാണോ ചെക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് അയാളാണ് ഹോൾഡറായിട്ട് വരുന്നത്. ദെൻ ഇൻ കേസ് ഓഫ് എ ചെക്ക് ദാറ്റ് ഹാസ് ബീൻ എൻഡോഴ്സ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ചെക്കാണ് എങ്കിൽ ദി ഹോൾഡർ ഈസ് ദി എൻഡോഴ്സി നെയിംഡ് ദി ചെക്ക്. എൻഡോഴ്സി ആയിട്ട് ആരുടെ പേരാണോ ചെക്കിൽ അപ്പിയർ ചെയ്യുന്നത് അയാളാണ് ഹോൾഡറായിട്ട് വരുന്നത്. അപ്പം അയാൾക്കാണ് ഈ ചെക്ക് കൈവശം വെച്ചുകൊണ്ടിരിക്കാനും അതിൻ്റെ മേൽ പേയ്മെൻറ്റ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്.